ഹായ് ഓൾ, പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകളായിട്ടുള്ള IIT, NIT മുതലായ ഡ്രീം ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 2 സ്റ്റേജുകളിലായിട്ടാണ് JEE എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റേജ് അഥവാ പ്രിലിമിനറി സ്റ്റേജ് ആയിട്ടുള്ള JEE മെയിൻ എക്സാം, രണ്ടാമത്തെ സ്റ്റേജ് അഥവാ ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള JEE അഡ്വാൻസ് എക്സാം. JEE മെയിൻ എക്സാം എഴുതി അതിൽ ടോപ്പിൽ വരുന്ന കുട്ടികളാണ് JEE അഡ്വാൻസ് എക്സാം എഴുതാൻ ക്വാളിഫൈ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 14,10,000-ഓളം കുട്ടികൾ JEE മെയിൻസ് എക്സാം എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നും 2,50,000-ഓളം വരുന്ന കുട്ടികൾ JEE അഡ്വാൻസിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. JEE മെയിൻസ് എക്സാം എന്ന് പറയുന്നത് JEE അഡ്വാൻസ് എക്സാമിൻ്റെ ഒരു പ്രിലിമിനറി ടെസ്റ്റ് മാത്രമല്ല, ഇന്ത്യയിലുള്ള 31ഓളം വരുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് അഥവാ NITകൾ, 26ഓളം വരുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജീസ് അഥവാ IIITകൾ, ഒപ്പം തന്നെ 32ഓളം വരുന്ന ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അഥവാ GFTIs മുതലായിട്ടുള്ള കോളേജുകളിലേക്കെല്ലാം ഉള്ള അഡ്മിഷൻ സാധ്യമാവുന്നത് JEE മെയിൻസിന്റെ മാർക്ക് വെച്ചിട്ടാണ്. JEE അഡ്വാൻസ് മുഖാന്തരം നമുക്ക് IITകളിലേക്ക് മാത്രമല്ല അഡ്മിഷൻ സാധ്യമാവുന്നത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി IIST ട്രിവാൻഡ്രം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc ബാംഗ്ലൂർ മുതലായിട്ടുള്ള കോളേജുകളിലേക്കുള്ള അഡ്മിഷനും നമുക്ക് JEE അഡ്വാൻസിന്റെ മാർക്ക് മുഖാന്തരം സാധ്യമാവുന്നതാണ്. നമുക്കിനി എക്സാം ക്രൈറ്റീരിയ എടുത്ത് നോക്കാം. നിങ്ങൾക്ക് JEE എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പ്ലസ് ടുവിന് മിനിമം 75% മാർക്ക് ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾ ഇനി ഒരു റിസർവ്ഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു 10% റിലാക്സേഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് 65% മിനിമം മാർക്ക് മതി. നിങ്ങളിപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരാളാണെങ്കിൽ പ്ലസ് ടുവിൻ്റെ കൂടെയുള്ള ഒരു വർഷവും തൊട്ടടുത്തുള്ള 2 വർഷവും, അങ്ങനെ മൊത്തം 3 വർഷമാണ് JEE മെയിൻസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ JEE അഡ്വാൻസ് എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ പ്ലസ് ടുവിൻ്റെ കൂടെയും ഒപ്പമുള്ള തൊട്ടടുത്ത വർഷവും, അങ്ങനെ മൊത്തം 2 വർഷമാണ് JEE അഡ്വാൻസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. JEE മെയിൻസ് എക്സാം വർഷത്തിൽ 2 തവണയാണ് കണ്ടക്ട് ചെയ്യുന്നത്, ജനുവരി സെഷൻ ആൻഡ് ഏപ്രിൽ സെഷൻ. നിങ്ങൾക്ക് 2 എക്സാമും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതിലാണോ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ഉള്ളത് ആ മാർക്ക് നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ JEE അഡ്വാൻസ് എക്സാം വർഷത്തിൽ നമുക്ക് ഒരു തവണ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. പൊതുവെ മെയിലാണ് JEE അഡ്വാൻസ് എക്സാം കണ്ടക്ട് ചെയ്യാറുള്ളത്. നമുക്കിനി എക്സാം സിലബസ് എടുത്ത് നോക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ സബ്ജക്റ്റിൽ നിന്നുമാണ് എക്സാം പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 മണിക്കൂർ ദൈർഘ്യമുള്ള JEE മെയിൻ എക്സാമിൽ മൊത്തം 90 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതായത് ഫിസിക്സിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിയിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ് ആൻഡ് മാത്തമാറ്റിക്സിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ്. ഇനി 30 ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 20ഓളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്, അഥവാ MCQ ക്വസ്റ്റ്യൻസ്. ഇനി ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസ് അത് ന്യൂമറിക്കൽ ടൈപ്പാണ്. ഇനി ഈ ന്യൂമറിക്കൽ ടൈപ്സ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസിൽ നിന്നും ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അതായത് നമുക്കുള്ള 30 ക്വസ്റ്റ്യൻസിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ഓരോ സബ്ജക്റ്റിനും അറ്റൻഡ് ചെയ്താൽ മതി. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള ഒരു എക്സാമാണ് JEE മെയിൻ എക്സാം. ശരിയാവുന്ന ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കുകയും തെറ്റുന്ന ഓരോ ചോദ്യത്തിന് ഓരോ മാർക്ക് വീതം കുറയുകയും ചെയ്യുന്നു. ഇനി JEE അഡ്വാൻസ് എക്സാം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തം 6 മണിക്കൂർ ദൈർഘ്യമുള്ള എക്സാമാണ് JEE അഡ്വാൻസ് എക്സാം. 3 മണിക്കൂർ ദൈർഘ്യമുള്ള പേപ്പർ 1, പേപ്പർ 2 എന്ന രീതിയിലാണ് എക്സാം സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, മാച്ച് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്നീ രീതിയിലാണ് എക്സാം പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. JEE മെയിൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA ആണ്. NTA കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. CUET, NEET മുതലായിട്ടുള്ള എക്സാംസും കണ്ടക്ട് ചെയ്യുന്നത് NTA ആണ്. എന്നാൽ JEE അഡ്വാൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് 7ഓളം വരുന്ന IITകളാണ്, 7 സോണൽ IITകൾ. 2025 വരാൻ പോകുന്ന JEE അഡ്വാൻസ് എക്സാം പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുള്ളത് IIT കാൺപൂരാണ്. BTechന് പുറമെ ബാച്ചുലർ ഓഫ് എഞ്ചിനീയറിംഗ് BE, ബാച്ചുലർ ഓഫ് പ്ലാനിംഗ് B-Plan ആൻഡ് ബാച്ചുലർ ഓഫ് ആർക്കിടെക്ചർ BArch എന്നീ കോഴ്സുകളിലേക്ക് നമുക്ക് JEEയുടെ മാർക്ക് മുഖാന്തരം അഡ്മിഷൻ സാധ്യമാവുന്നു. 2025 JEE മെയിൻ സെഷൻ 1ന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. ഇന്ത്യയിലെ ടോപ്പ് IITകളിലും NITകളിലും അഡ്മിഷൻ എടുക്കാൻ സാധിക്കട്ടെ. കീപ് ലേണിംഗ്, keep hustling.